ഓൺ വോയിസ് കുറേകളൊക്കെ സെറ്റ് ചെയ്യണം. ഞാനങ്ങനെ വലിയ പ്രിപ്പയർഡ് ഒന്നുമില്ല, എന്നാലും പറയാം. നിങ്ങൾ വീഡിയോ കുറച്ച് എടുക്കാം. മാത്രല്ല എല്ലാം പണിയെടുക്കുന്നപ്പോൾ അയ്യോ എന്റെ സ്നേഹം. മെനയുള്ള സജി പ്ലാൻഡല്ല. സുന്ദരനോ ഒരു മോശമല്ല. കഴിക്ക് സുന്ദരി ലെവൽ അടിപൊളിയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചല്ല, ഇങ്ങനെ പെണ്ണ് കാണല് പോലെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. എത്രയോ പ്രാവശ്യം കണ്ട സ്നേഹ അത്രയും നാണത്തോടെ എൻ്റെ മുന്നിൽ ചായ കൊണ്ട് വന്ന് നിൽക്കുന്നു ഞാൻ കരുതിയത്. അവൾക്ക് ഇങ്ങനെ നാണം വന്ന് എനിക്ക് മനസ്സിലാവാം. എടി ഞാൻ മേക്കപ്പ് ചെയ്തില്ലടി. മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടോ? അങ്ങനെ പറ. ഇവിടെ ഞങ്ങളുടെ വീഡിയോഗ്രാഫർ വീഡിയോ. ഇന്നിപ്പോ അവന്റെ കല്യാണമായി എന്ന് പറയുമ്പോ തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷം. അവൻ തന്നെ കണ്ടെത്തിയ ഒരു പെൺകുട്ടി, നമുക്കെല്ലാവരും വളരെ പ്രിയപ്പെട്ട, നമ്മളെ അറിയുന്ന നമ്മുടെ സ്വന്തം സ്നേഹ. അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരാം നമുക്ക്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലേതോർമകളായി കിനാവിലെ മുത്തേ നീ വന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ വെച്ചിട്ടാണ്, SFIൻ്റെ. അപ്പോൾ എല്ലാവരെയും പോലെ ഒന്നുമല്ല, സ്നേഹം അങ്ങനെ നമ്മളെ നോക്കി ചിരിക്കൊന്നുമില്ല. മീൻസ് ചിരിക്കാൻ മാത്രം ഒരു ബന്ധമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കോമഡിയൊക്കെ പറയും. അപ്പോൾ ഒരു കോമഡി പറഞ്ഞപ്പോൾ അവൾ ചിരിക്കാത്തത് കൊണ്ട് എനിക്ക് അവളോട് അവളെന്താ ചിരിക്കാത്തത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്കതൊരു വലിയ തമാശയായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹനെ ശ്രദ്ധിച്ചത്. പിന്നെ അടിപൊളിയാണ് അവൾ. അന്ന് തന്നെ ഞാൻ അവളെ എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അന്നും നേരെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറെ കാലമായി കാത്തിരുന്നു, അതിന്റെ നല്ല എക്സൈറ്റ്മെന്റ് ഇല്ലേ? പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താലി കെട്ടിയ ഫീൽ അറിഞ്ഞില്ല, എത്ര തിരക്കായിരുന്നില്ലേ? അല്ല, താലി കെട്ടിയപ്പോ എനിക്ക് കിസ് വന്നപ്പോ എനിക്ക് ഫീലായി. സത്യം പറഞ്ഞ അപ്പോഴാണ് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ഫീൽ ആവുന്നത്. സ്നേഹയിൽ കണ്ട പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അത് പോസിറ്റീവാണ് നെഗറ്റീവാണ് ഒരേ സമയം. ചിലപ്പോൾ തമാശ പറഞ്ഞാലും അത് വിശ്വസിക്കും, എന്തെങ്കിലും കോമഡി ആയിട്ട് പറഞ്ഞാലും അത് വിശ്വസിക്കും. കെയറിങ്, ഭയങ്കര നല്ല കെയറിങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഏത് സിറ്റുവേഷനിലും നമ്മൾ എത്ര ഡൗൺ ആയാലും ഇവളുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പോസിറ്റീവായിട്ടാണ്.
ഞാൻ പെട്ടെന്ന് നെഗറ്റീവ് ആണ് അല്ല എൻ്റെ പോസിറ്റീവുകൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അതാണ് ഒരു പോസിറ്റീവ് സൈഡ്. പിന്നെ ഭയങ്കര ഡൗൺ ടു എർത്താണ്. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിന്ന് തരും, നമ്മളെ നിർത്തും. പിന്നെ എൻ്റെയൊക്കെ ഭയങ്കര ഹാർഡ് സിറ്റുവേഷനിൽ ഒക്കെ ഇങ്ങനെ എന്നെ സ്ട്രോങ് ആക്കി നിർത്തിയത് ഇങ്ങനെ ഒരാളുകളുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ വിളക്ക്, കാറ്റ്, ഇത് കെടാതെ കയറുക, എൻ്റെ സാരി, പിന്നെന്താ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും. പിന്നെ ഒരു 7 വർഷത്തോളമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ഗോളുകൾ കല്യാണം കഴിക്കുന്നത് അത് നടന്നു. അത് അച്ചീവ് ചെയ്ത ഡേ ആണ്. ഇത് നമ്മൾ ആഘോഷിക്കും. പിന്നെ സേവ് ദ ഡേറ്റിന് വേണ്ടി അഘോരാത്രം പണിയെടുത്ത ലാസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന പ്രണവിനെ ഞങ്ങളുടെ 2 പേരുടെയും, ഞങ്ങളുടെ അനിയനാണ്, ഞങ്ങളുടെ 2 പേരുടെ ഒരു പ്രത്യേക താങ്ക്സ് ഞങ്ങൾ പറയാണ്. ശ്രീരാജ് നല്ല സുന്ദരനായിട്ടുണ്ട്. ഇതുവരെ ഞാൻ അവനെ അത്രയും സുന്ദരനായിട്ട് കണ്ടിട്ടില്ല. സ്നേഹയും സുന്ദരിയായിട്ടുണ്ട്, കൂട്ടത്തിൽ ഞാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്.